السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. بسم الله الرحمن الرحيم. അല്ലാഹുടെ പേരുള്ളെങ്കത്തെ ആ വലിയ ദിക്ർ പരിശുദ്ധമായ ഖുർആൻ 113 സൂറത്തിലെ തുടക്കത്തിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉണ്ട്. തൗബ സൂറത്തിൽ മാത്ര അവിടെ ഇമാം റാസി റഹിമഹുല്ല ചൊല്ലു ലമ്മ കാനത്ത് സൂറത്തു തൗബ മുസ്തമിലത്തൻ അലൽ അംരി ബിൽ ഖിതാൽ ലം യുക്തബ് ഫി അവ്വലിഹാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിൽ യുദ്ധ സംബന്ധമായ വിഷയം ഉള്ളത് കൊണ്ടാണ് അതിന്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതിയിട്ടില്ല. അത് അവിടെ ഓതുകും തീറ. അതേ സമയത്ത് 113 സൂറത്തിൽ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉണ്ട്. സൂറത്തു നംലിൽ അവിടെ ഖുർആന്റെ ഇടക്ക് സൂറത്തിൻ്റെ ഇടക്ക് വ ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊന്നിട്ട് ഇടക്ക് അവിടെ ഒന്ന് കാണുക സാധ്യമാവും. ആ 114 ജാഗിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊന്നിട്ടേ ഖുർആനിലുണ്ട്. അപ്പൊ ബിസ്മില്ലാഹ് അതിൽ അള്ളാഹുടെ പേരാണ് ചൊല്ലുക. അള്ളാഹുടെ പ്രത്യേകത അള്ളാഹുൻ ചൊല്ലുടെ പേര് ഒരിക്കലും ഒരാൾക്കും ആ പേര് വേറെ ഒരാൾക്കും വെച്ചിട്ടില്ലാണ്ടാണ്. അങ്ങനെ ഏതോ ഒരാൾ വെച്ചപ്പ ആ കിടാവെ മരിച്ചു പോയി ചെന്നിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധ്യമാവും. അപ്പം അള്ളാഹുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അള്ളാഹുൻ ചൊല്ലുടെ പേര്. ലോകത്ത് ഒരാളും വെറും ഒരു തമാശക്ക് പോലും അള്ളാഹുൻ ചൊല്ലുടെ പേര് വെച്ചിട്ടേ ഇല്ലേ. അതാണ് അള്ളാഹു ലോക സെട്ടാവു എല്ലാവരെയും റബ്ബു അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ ആ അള്ളാഹ് ചൊല്ലതുക്ക് ഏറ്റവും വലിയ മഹത്വമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിലുള്ള വലിയൊരു ദിക്റാണ്, വലിയൊരു ദിക്റാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേര്. അപ്പോൾ ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു മുഅ്മിനായ ആളെ മനസ്സിൽ അവൻ്റെ ജീവിതത്തിൽ ലൈഫിൽ ഒരിക്കലും അത് ഇല്ലാണ്ടായി പോണു. ഏത് സമയത്തും ബിസ്മില്ല. അവൻ്റെ ഡ്രസ്സ് ഇടുമ്പോഴും അവൻ ഡ്രസ്സ് മാറ്റി വെക്കുമ്പോഴും എനി ടൈം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ല ദിക്ർ ഇല്ലാണ്ടായി പോണു തീറ. മക്കവും നിരന്തരമായി അത് ചൊല്ലവു പടിപ്പാട്ടിയോണ്ടേ വേണം. അള്ളാഹുടെ പേര് എപ്പോഴും അവൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നോണ്ടിക്കൊണ്ട് അപ്പോഴാണ് അള്ളാഹുടെ പേടിയും അതുപോലെ അള്ളാഹുടെ ഒട്ടിയുള്ള മഹബത്തും ബിർസവും അവനു പണ്ടേ. അപ്പോൾ സത്യവിശ്വാസമുള്ളെങ്കത്തെ ഒരാൾ അള്ളാഹ് ചൊല്ലെങ്കത്തെ ഈ ജലാലത്ര ഇസ്മു പേര് ഒരിക്കലും അവനു മറന്നു പോകണ്ടെങ്കത്തെ ചൊല്ലാണ്ടിക്കലെങ്കത്തെ ഒരവസ്ഥ ഉണ്ടാവുക തീരാണ്ടാണ് ഈ ചെന്നതിനർത്ഥം. അതുകൊണ്ടാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമുമായി ഒരു മുഅ്മിനായ ആൾക്ക് വലിയ അഭേദ്യമായ ബന്ധാണ്. അതൊരിക്കലും മറന്നു പോണുക ഇല്ലാണ്ടായി പോണുക ആക്കുക ഉള്ളതല്ല. അപ്പൊ അള്ളാഹ് ചൊല്ലെങ്കത്തെ ദിക്ർ ಅದಕ್ಕೆ വലിയ പവറുണ്ട്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് രോഗವಂತು പള്ള നൊമ്പല ജോറായിತ್ತು. അള്ളാഹുട്ടി വിശേഷಂತು. അപ്പൊ അള്ളാഹുവുമായി ബന്ധപ്പെട്ടിട്ട് അള്ളാഹുടെ നെനപ്പു. അപ്പോഴാണ് മരുഭൂമിയിൽ ഒരു ചെടിയുണ്ട് തൈ അതിരെ പോയിട്ട് തിണ്ടെങ്കിൽ നിങ്ങൾക്ക് ശിഫാവിടൂ. അങ്ങനെ രണ്ടാമത് ആ രോഗം മടങ്ങി വന്ന് വേറൊരു ടൈമിൽ അതിരമേ പോയി മൂസാ നബി അലൈഹി സ്വലാം തിണ്ടപ്പ ഫസ്ദാദ മറലുഹു രോഗം കൂടിത്ത്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം ചൊല്ലി അക്കൽത്തുഹു അവലൻ ഫന്തഫഅതു ബിഹി. ആദ്യം നാനത് തിൻ്റെ അപ്പൊ ഉപകാരം കിട്ടിത്ത്. രണ്ടാമത് തിൻ്റെ അപ്പൊ രോഗം കൂടിയത്തല്ലേ. അള്ളാഹുടെ മറുപടിയിൽ എന്ന കഫിൽ മറത്തിൽ ഊലാദ ഹത്ത മിന്നി ഇലൽ കലർ. ആദ്യം നന്റെ ഓർത്തിട്ടാണ് നിങ്ങൾ പോയിടെ അപ്പൊ നിങ്ങൾക്ക് ശിവ കിട്ടിത്ത്. രണ്ടാമത് പോയപ്പോൾ അതില്ല, നിങ്ങമേ ഡയറക്റ്റ് പോയാർ, അതുകൊണ്ട് രോഗം കൂടിപ്പോയിത്ത്. അപ്പൊ അവിടെ ചെല്ലെ അമ അലിംത അന്ന ദുനിയ കുല്ലഹ സുമ്മുൻ ഖാത്തിൽ. ഭൂമി മൊത്തവും കൊല്ലുടങ്കത്തെ വിഷാണ്, അതിരെ മരുന്നും അതിരെ മെഡിസിൻ നന്റെ പേരാണ് നിങ്ങൾ കൊത്തില്ലേ എന്നിട്ട് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൊട്ടി അള്ളാഹു ചൊല്ല. അതുപോലെ അള്ളാഹ് ചൊല്ല ദിക്റ മഹത്വം. റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹ പറഞ്ഞാൽ തഹജ്ജുദ് അതുപോലെ നിസ്കാരത്ത് കെഞ്ചിത്ത് കിടന്ന് അപ്പോഴാണ് ഒരു കള്ള ഔത്തറുക വന്നിട്ട് ആ മഹദിയുടെ ഡ്രസ്സെല്ലാം ഇങ്ങനെ എടുത്തോണ്ട് പോകണ്ടേ കട്ടോണ്ട് പോകണ്ടേ പോകുമ്പോൾ ഡോറിൻ്റെ മുട്ട പോകുമ്പോൾ ഡോർ പോണു കാണുക കിട്ടില്ല. ഡോറിൻ്റെ മുട്ട പോണിക്ക് ആവില്ല. ലാസ്റ്റ് വസ്ത്രത്തെ വെച്ചിട്ട് പോകുമ്പോൾ ഡോറിൻ്റെ മുട്ട പോകത്ത് ഓപ്പൺ ആയി. അങ്ങനെ അപ്പോഴാണ് ഒരു ശബ്ദം കേൾക്കടേ അതിക്ക് മുന്നുള്ള ഒരു ശബ്ദം കേൾക്കട്ടെ, നീ ആ ഡ്രസ്സ് വെച്ച് പോയെങ്കിൽ നിനക്ക് പുറത്ത് പോകുന്നു അവിടെ. അങ്ങനെയാണ് ഡ്രസ്സ് വെച്ചിട്ട് പോകുമ്പോൾ ഡോർ ഓപ്പൺ ആവും, ഡോർ കാണുക കിട്ടി ഇയാൾ പുറത്ത് പോകണം. ഫൈനാമൽ ഹബീബ് സുൽത്താനു യഖ്ലാൻ. സ്നേഹിച്ചെങ്കത്തെ ആൾ മറന്നെങ്കും സ്നേഹിക്കപ്പെട്ട ആൾ സുൽത്താൻ അധികാരിയായ ആൾ അള്ളാഹു യഖ്ലാൻ അവನು ഉറങ്ങില്ല. ലാ തഖുദുഹു സിനത്തും വലാ നൗമും ഉണ്ട് ഒരു വിളി കേൾക്കിടുണ്ടാണ്. ചില ആരിഫീങ്ങളിൽപ്പെട്ട ഒരു മഹാൻ അയാൾ ആടുമേച്ചോണ്ടിന്ത്. അപ്പോഴാണ് ചെന്നായ വന്നിട്ട് ആർഡർ മുട്ട ചെന്നായ പണ്ട്, പക്ഷെ ആർഡർ ബുദ്ധിമുട്ടാക്കില്ലേ. അപ്പോഴാണ് ആ ഭാഗത്തൊരാൾ പോണ്ടേ അയാൾ കേൾക്കിട്ട് മതസ്ഥലഹദ്ദീബ് വൽ ഗനം. ആട് ചെന്നായി ഒട്ടിയുണ്ടല്ലേ, ഇതെപ്പ നല്ല സുൽഹായില്ലേ, ശത്രുങ്ങളല്ലേ പരസ്പര. ആടരെ കണ്ടേ ചെന്നായി തിന്നരല്ലേ, ഇതെന്ത് തിന്നില്ലേ.
അപ്പോഴാണ് ആടുമേക്കട അയാൾ ചെല്ലുക മിൻ ഹീനസ്തലഹർ റാഇ മാല്ലാഹി തആല. ആടും ചെന്നായിയും മസ്ലഹത്തിಗೆ ಎತ್ತಿರ എപ്പോൾ ಬಂತುಂಡ ആട് മേക്കട ആള് അള്ളാഹുടൊട്ടിಗೆ മസ്ലഹത്തിಗೆ എത്തിര അഥവാ ആട് മേക്കട ആൾ അള്ളാഹുടൊട്ടിಗೆ നല്ല സംബന്ധത്തിലുണ്ട്. അതുകൊണ്ടാണ് ആടും ചെന്നായിയും പരസ്പര അവിടെ തിന്നാത്ത ചെന്നായി ആടിനെ തിന്നാത്ത ഉണ്ട് അയാൾ ചെല്ലും. അപ്പം അള്ളാഹുടെ മഹത്വമാണ് അത് അറിയിച്ചുകൊണ്ടുള്ളത്. അതുപോലെ ഫിർഔൻ ಅವನು ദൈവാಂಚೊಂದು ವಾದಿಕ್ಕಡೆ ಮುನ್ನುള്ള ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി തിന്നാണ്ട. എന്നിട്ട് അതിലെ ഡോറിലു ബിസ്മില്ലാ ആണ്ട് എൽദോ ചൊന്ന് തിന്നാണ്ട്. അങ്ങനെ ദൈവാണ്ട് വാദിച്ചപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം അവിടെ പോണ്ട് വിളിക്കിട്. പക്ഷെ നന്നാവില്ലേ. മൂസാ നബി ചൊല്ല എത്ര നാൻ വിളിച്ച ഒരു ഹൈറും കാണ്ടില്ലല്ലേ. മൂസാ നബി അലൈഹി സ്വലാം ഇട്ട് അള്ളാഹു ചൊല്ല അല്ലൊക്കെ തുരീതു ഹിലാക്ക കൊണ്ട് നശിപ്പിക്കൊണ്ടായിട്ടിക്കല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടുള്ളേ. അവൻ്റെ കുഫർ കാണാൻ നിങ്ങൾ നോക്കിക്കൊണ്ടുള്ളേ. അതേ സമയത്ത് അവൻ്റെ ഡോറിന്റെ മുന്നുള്ള അവൻ എഴുതി വെച്ചതൊക്കെ നാൻ നോക്കിക്കൊണ്ടുള്ളേ. അപ്പൊ ബിസ്മില്ലാ ഇത് ഹലാക്കിൽ നിന്നും നാശത്തിൽ നിന്ന് കാവലായിട്ടിരിക്കിട്ടാണ് ഈ സംഭവം നമുക്ക് പടിപാട്ടി തന്നുകൊണ്ടുള്ളത്. അപ്പോൾ അതാണ് ആ അള്ളാഹുൻ ചൊല്ലെങ്കിത്ത ദിക്ർ ബിസ്മില്ലാ അള്ളാഹുൻ ചൊല്ല ദിക്ർ. അതുപോലത്തെ ധാരാളം പവർ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നുറ. ബഹുമാനപ്പെട്ട പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതുപോലെ മഹാന്മാർ അങ്ങനെയുള്ള ഈ ദിക്ർ ധാരാളം മഹത്വവും പവറും കണ്ടിട്ടിന്നാറ്. അള്ളാഹു ചൊല്ലെങ്കിത്ത ദിക്ർ അങ്ങനെ മോദരത്തിൽ അള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള എഴുതി വെച്ചിട്ടിന്നാറ്. പിന്നെ ഒരു റിപ്പോർട്ടിൽ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ തൻ്റെ മോദർ അബൂബക്കർ സിദ്ദീഖ് അള്ളാഹു കൊടുത്തപ്പോൾ അതിൽ ഉത്തുഫി ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതോ ചൊന്തു. മഹാൻ പോയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എഴുതു വാട്ടിತ್ತು. നബി തങ്ക എടുത്ത് എന്ത് ഇതിൽ യാറെന്തേ അപ്പോൾ ചൊന്ത് യാ റസൂലുള്ളാഹ് മാ റളീതു അൻ ഉഫർരിഖ ഇസ്മക അൻ ഇസ്മില്ലാ. നിങ്ങളെ പേര് അള്ളാഹുടെ പേര് തൊട്ടു അപ്പറയിപ്പറാക്കുമെന്നാണ് ഉദ്ദേശിക്കില്ല. എന്നിട്ട് വേറെ വേറെ ആക്കുമെന്നാണ് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് അതും വേണമെന്നാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിക്ക് ചെല്ല്. അതുപോലെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പൽ കയറിയപ്പോൾ ബിസ്മില്ലാഹി മജ്റഹാ വ മുർസാഹ ബിസ്മില്ലാഹിൻ്റെ മാത്രമാണ് ചെന്നത്. അവിടെ രക്ഷ കിട്ടിത്ത് മഹാന്മാർ ചൊല്ലാറ് ഈ പാതി ചെന്നപ്പോഴേ നൂഹ് നബി അലൈഹി ഇസ്ലാം രക്ഷപ്പെട്ടിട്ടുണ്ടായെങ്കിൽ ഫമൻ വാലബ അലാ ഹാദിഹിൽ കലിമത്തി തൂല ഉംരിഹി കൈഫ യബ്ഖാ മഹ്റൂമൻ അനിൻ നജാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫുള്ളായിട്ട് ആയുസ് മുഴുവനും ചൊല്ലെങ്കെത്ത ഒരാൾ എങ്ങനെ രക്ഷപ്പെടാണ്ടിരിക്കുകൊണ്ടാണ് മഹാന്മാർ കേട്ടോണ്ടുള്ളത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുനിയാവുടെയും ആഖിറത്തെയും അധികാരം കിട്ടുക ഒരു റിപ്പോർട്ടിലും ഒരു അഭിപ്രായ പ്രകാരം ചൊല്ലെ മഹാൻ ചൊന്ത് ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് പിന്നെ ബൽക്കീസ് റാണി ചൊന്തരേണ്ടും അഭിപ്രായമുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാം ചൊന്തരൻ ചൊല്ല അഭിപ്രായത്തിലാണ് ഈ സംഭവം ചൊന്നുകൊണ്ടുള്ളത്. അതുകൊണ്ടാണ് എല്ലാം ഒരു മനുഷ്യയെ കിട്ടിത്ത് സുലൈമാൻ നബി അലൈഹി സ്വലാം കിട്ടിത്ത്. അതുകൊണ്ട് ഫൽ മർജു അന്നൽ അബ്ദ ഇദാ ഖാലഹു ഫാസ ബിമിൽക്കി ദുനിയ വൽ ആഖിറ. ഒരടിമ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എപ്പം ചൊന്നെങ്കിൽ ദുനിയാവുടെയും ആഖിറത്തെയും അധികാരവും വിജയവും അവന് കിട്ടുന്നുണ്ടാണ് ബഹുമാനപ്പെട്ട മഹാന്മാർ നമുക്ക് വിശദീകരിച്ച് തന്നുകൊണ്ടുള്ളത്. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമുക്ക് ആ നിലക്കുള്ള പവർ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തറ. അതുപോലെ എത്ര ആൾമാർ അങ്ങനെ പ്രയാസത്തെ തൊട്ടു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊന്നപ്പോൾ രക്ഷപ്പെട്ടത് നമുക്ക് കാണുക സാധ്യമാവും. അതുകൊണ്ട് ഒരിക്കലും ജീവിതത്തിൽ അത് വിട്ടുപോണു കുതിര. മൻ റഫഅ ഖിർതാസൻ മിനൽ അർളി ഫീ ബിസ്മില്ലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലൊരു കടലാസ് കീൽ പോകുന്നതിൽ ഒരാൾ എടുത്തു വെച്ചെങ്കിൽ അവൻ്റെ വലിയ സിദ്ദീഖീങ്ങളെ കൂട്ടത്തിൽ എഴുതി പിന്നെ എൽദിറിട്ടാണ് മഹാന്മാർ പടിപാട്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊല്ല സ്വഹാബിരൊട്ടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി യാ അബാ ഹുറൈറ ഓ അബൂ ഹുറൈറ ഇദാ തവല്ലത ഫഖുൽ ബിസ്മില്ലാ വുളു എടുക്കുമ്പോൾ ബിസ്മില്ല ചൊല്ലറു. കാരണം നിങ്ങളെ കാക്കടങ്കെ തഹഫിലീങ്ങളായ മലക്കുങ്ങ അങ്ങ് നന്മ എഴുതി വെക്കടാ. നിങ്ങൾ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ ബിസ്മില്ല ചൊല്ലറു അവിടെയും എഴുതറാർ. നിങ്ങൾക്ക് പിന്നെ ധാരാളം നന്മ നിങ്ങൾക്ക് എഴുതപ്പെട്ടു. ഒരു വാഹനത്ത് കയറുമ്പോഴും ബിസ്മില്ലാ അൽഹംദുലില്ലാ അങ്ങനെ ചൊല്ലറു. കപ്പൽ കയറുമ്പോഴും ബിസ്മില്ലാ എന്ന് ചൊല്ലറു. ഏത് സമയത്തും നിങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലറു. വസ്ത്രം ഊരി വെക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊന്നെങ്കിൽ പിന്നെ അതിൽ ശൈത്താൻ എടുത്തിട്ട് ഇടാലായിട്ടാണ്. കൈസർ രാജാവ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു കടലാസ് എഴുതി നക്കൊരു തലകത്തുണ്ടു എത്ര എങ്കും അത് സുമറാവില്ലേ. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു ഒരു മറந்து കടത്തല്. എന്തിനാ മറந்து? ഉമർ റളിയല്ലാഹു അൻഹു ഒരു തൊപ്പിയാണ് കടത്തല്. കൈസർ രാജാവ് ആ തൊപ്പി തലയിൽ വെച്ചെങ്കിൽ തലനൊമ്പല ഇല്ലാണ്ടാവും. തൊപ്പി എടുത്തെങ്കിൽ തലനൊമ്പല രണ്ടാമത് പണിങ്ങുണ്ട്. അയാൾ അത്ഭുതപ്പെട്ട് നോക്കും. തൊപ്പി ഓപ്പൺ ആക്കി നോക്കുമ്പോൾ അതിലൊരു കടലാസിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊന്ന് എഴുതി വെച്ചിട്ട് ഇതാണ് രക്ഷയുടെ കാരണമായിട്ട് പിന്നെ അയാൾ മനസ്സിലാക്കും. അപ്പോൾ അതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉള്ളെങ്കിത്ത മഹത്വ. ഇക്രിമ പിന്നെ റളിയല്ലാഹു അൻഹു ചൊല്ലു
അലി റളിയല്ലാഹു അൻഹു ചൊല്ലുന്നത് ഞാൻ കേട്ട. അള്ളാഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇറക്കിയപ്പോൾ ദുനിയാവിലുള്ള എല്ലാ പർവ്വതവും പിന്നെ ചൊന്തു സഹറ എന്തിനാ തസ്ബീഹി ചൊല്ലുന്നത് ഞാൻ കേട്ട. അപ്പം മുശ്രിക്കീങ്ങ ചൊന്നാർ മുഹമ്മദ് പർവ്വതത്തും മാട്ടാക്കിത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് ഏതൊരാളും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊന്നെങ്കിൽ അയാളൊട്ടിക്ക് പർവ്വതവും തസ്ബീഹി ചൊല്ലുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് ചൊല്ലും. ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു സംഭവം എല്ലാവർക്കും കൊന്തുണ്ട്. ആ മഹാൻ തേർലു നടന്നുകൊണ്ട് പോകുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊന്ന് എഴുതിയ കടലാസ് കണ്ട് അയാളെ കൽബു പടക്കിട് പെട്ടെന്ന് അതിലെടുത്ത് കൽകിട് സുഗന്ധം പൂശിട്ട് നല്ല ഉന്നതമായ ജാഗൽ വെക്കിട്. അങ്ങനെ 2 ദിർഹം അയാളൊട്ടിക്ക് അത് കൊടുത്തൊരു സെൻറ്റ് വാങ്ങിയിട്ട് സെൻറ്റ് തേക്കിട്. അപ്പോഴാണ് ഒരു സൗണ്ട്, യാ ബിശ്ർ ത്വയ്യബ് തസ്മി വഇസ്സതി വജലാലി ലൗ ത്വയ്യിബൻ നസ്മക ഫിദ്ദുനിയ വൽ ആഖിറ. നിന്റെ പേരിനെ നിങ്ങൾ നല്ല സെൻറ്റ് പൂശിയിട്ട് സുഗന്ധാക്കിയാൽ നിങ്ങളെ പേരെയും ദുനിയാവിലും ആഖിറത്തിലും ഞാൻ വലിയ ഉയർച്ചകത്തുവാട്ടെ സുഗന്ധമുള്ളതാക്കടെ. അങ്ങനെ ആയിട്ട് ബിശ്റുൽ ഹാഫി ഔലിയാക്കന്മാരിൽപ്പെട്ട ഏറ്റവും വലിയ മഹാനായി മാറിയിട്ട് റളിയല്ലാഹു അൻഹു. അതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിയുടെ മഹത്വം. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ല ദിക്റ് ഇതുപോലത്തെ ധാരാളം പവറുണ്ട്. അതിലൊട്ടിക്ക് അതിൽ 10 അക്ഷരാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിലുള്ള. അലൈഹ 19 നരകത്ത് സബാനിയായ മലക്കുങ്ങ 10 ആളുണ്ടാണ്. അതുകൊണ്ട് ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ല 10 അക്ഷരം കൊണ്ട് ആ 10 ആളെ തൊട്ട് കാവൽ തേടുക ആവുടൂ, കാവൽ കേൾക്കുക ആവുടൂ. അപ്പോൾ സബാനിയത്തിൽ തൊട്ടും നരകത്തെ തൊട്ടും ഇത് വലിയ കാവലാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉണ്ടാണ് മഹാന്മാരായ ഉലമാ ഇമാമീങ്ങ നമുക്ക് പരിപാടി തന്നുകൊണ്ടുള്ള. അങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിക്ക് ധാരാളം മഹത്വമുണ്ട്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമുടെ ഒരു സംഭവം കണ്ട് ഒരാൾ പിന്നെ ഒരു ഖബറിലൂടെ മഹാൻ ഇട്ട് കിടക്കുമ്പോൾ അതാബിടെ മലായിക്കത്ത് ആ മയ്യത്തിനെ ശിക്ഷിച്ചുകൊണ്ടുള്ളാർ. തിരിച്ചു വരുമ്പോൾ അവിടെ റഹ്മത്ത് കാണ്ട് നല്ല പ്രകാശമുണ്ട്, ശിക്ഷയില്ല. അത്ഭുതപ്പെട്ടിട്ട് കേക്കിട് എന്തൊരു വിഷയ. അപ്പോഴാണ് ചൊല്ലെ ഈ ആള് ഒരു തമ്മാടിയായിട്ടിന്ത് മരിക്കുമ്പോൾ അയാൾക്ക് ശിക്ഷ കിട്ടിത്ത്. പക്ഷെ അയാൾ മരിക്കുമ്പോൾ പെഞ്ഞായി ഗർഭിണിയായിട്ടിന്ത് ആ പെഞ്ഞായി കിടാവ് ഒരു പിന്നെ പെണ്ണ് ഒരു കിടാവിടെ പ്രസവിച്ചിട്ട് വളർത്തിത്ത് മദ്രസ്ത് അല്ലെങ്കിൽ പടിപ്പാട്ട ആൾമാർ ഉസ്താദര മുട്ട ഏൽപ്പിച്ചിട്ട് ആ മുഅല്ലിം അയാൾക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കിടാവ് പടിപ്പാട്ടി കൊടുത്തു. അപ്പോൾ നൻ്റെ അടിമട ഞാൻ ശിക്ഷിക്കുക ഇഷ്ടപ്പെടില്ല. എപ്പോൾ പിന്നെ ഈ അടിമട മോണു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നൻ്റെ പേര് ഭൂമിയുടെ മേൽ ചൊന്നുകൊണ്ടുള്ള ആ കാലത്ത് നൻ്റെ ഈ അടിമടെ ഒരിക്കലും ശിക്ഷിക്കുക ഞാൻ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അയാൾക്ക് റഹ്മത്ത് കിട്ടിയിട്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനൊട്ടിക്ക് ചൊന്നുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൻ്റെ മഹത്വം ചൊല്ലുമ്പോൾ തഫ്സീറിൻ്റെ കിതാബിൽ നമുക്ക് വിശദീകരിക്കാനോ സാധ്യമാവും. അപ്പോൾ അതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൻ്റെ മഹത്വം. ഖൈറുന്നാസി വ ഖൈറു മൻ യംശി അലാ വജ്ഹിൽ അർളി അൽ മുഅല്ലിമൂൻ ഒരു ഹദീസുണ്ട്. ഭൂമിയുടെ മേലിൽ നടക്കുന്ന ആൾമാരിൽ ഏറ്റവും ഹൈറായ ആൾമാർ മുഅല്ലിമീങ്ങാണ്. ഇൽമു പഠിപ്പാട്ടി കൊടുക്കണമെങ്കിൽ ആൾമാർ അങ്കാണ് ഏറ്റവും വലിയ മഹത്വം. മുഅല്ലിം ഒരു കിടാവുടൊട്ടിക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊന്നെങ്കിൽ അള്ളാഹു കിടാവുകും ഈ പഠിപ്പാട്ടിയാൾക്കും ഈ അബ്ബവും അബ്ബവുമോകും നരകമോചന കൊടുക്കുടാണ്ട് ഹദീസിൽ മഹാന്മാർ ചൊല്ലാർ. ഇമാം ബാജൂരി റഹിമഹുല്ല പിന്നെ അതിരെ നമുക്ക് വിശദീകരിച്ച് തന്നുകൊണ്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വേറൊരു റിപ്പോർട്ടുണ്ട്. മൂമിനായ ആളുടെയും കാഫിറായ ആളുടെ ശൈത്താൻ എല്ലാവർക്കും ശൈത്താന്മാരുള്ളാർ. ആ ശൈത്താൻ പരസ്പരം കണ്ടുമുട്ടാർ. ഇപ്പോൾ കാഫിറായ ശൈത്താൻ നോക്കുമ്പോൾ നല്ല തടി വെച്ചിട്ട് ഭയങ്കര ഡ്രസ്സെല്ലാം ഇട്ട് വാരി ഉഷാറിലുള്ള. മൂമിനായ ആളുടെ ശൈത്താൻ എന്തും ഇല്ല, എനിക്കോ തീരാത്ത പോലെയുള്ള. അപ്പോഴാണ് കാഫിറുടെ ശൈത്താൻ മൂമിൻ്റെ ശൈത്താൻ്റെ ഒട്ടിയേക്കിട് നീ എന്ത് ഇങ്ങനെ. അപ്പോൾ മൂമിനായാൽ ചൊല്ല ഞാൻ ഒരാളൊട്ടിക്കുള്ള ഇതാക്കല സമ്മ തിന്നുമ്പം ബിസ്മി ചൊല്ലേ നക്കെന്തും കിട്ടില്ല, കുടിക്കുമ്പോഴും അയാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നക്കുമെന്ന് കിട്ടില്ല, എണ്ണ ഇടുമ്പോഴും ഏത് സ്വറാക്കുമ്പോൾ ഡ്രസ്സ് ഇടുമ്പോഴും അയാൾ ബിസ്മില്ലാ. അപ്പോൾ കാഫിർ ശൈത്താൻ ചൊല്ലു ഞാൻ ഒരാളൊട്ടിക്കുള്ള അവന് ഇതെന്തും ചെല്ലില്ല. അപ്പോൾ അവന് തിന്നുമ്പോഴും കുടിക്കുമ്പോഴും ഞാൻ അവൻ്റെ ഒട്ടിയെ കൂടിയുള്ളേ. അങ്ങനെയാണ് നക്ക് വലിയ തടി വന്നരേ എന്നിട്ട് കാഫിർ ശൈത്താൻ ചൊല്ലുകൊണ്ട് ഒരു സംഭവമുണ്ട്. അപ്പം അങ്ങനെ ഏത് സമയത്തും ബിസ്മില്ലാഹിർ റഹ്മാൻ തിന്നുമ്പോൾ കുടിക്കുമ്പോൾ നല്ല നല്ല സാധനമെല്ലാം വരുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ എന്ത് ചൊല്ലുകയില്ല, ഇതെടുത്തിട്ട് ബാഗിയിട്ട് അങ്ങനെ ആയിപ്പോണ് കുത്തിറ. ഇനി ബിസ്മി മറന്നെങ്കും നടുല് ഓർമ്മയാകുമ്പോൾ ബിസ്മില്ലാഹി അവ്വലഹു ആഖിറഹു അങ്ങനെങ്കും ചൊല്ലും. ഇപ്പം ഏത് സമയത്തും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിടെ വിട്ടിട്ട് ഒരു വിഷയവും ഒരു സത്യവിശ്വാസി മോമിനും ഉണ്ടാവുക തീറ. അത് ഏറ്റവും വലിയ കാവലാണ്, ഒരു സമസ്യയും പറഞ്ഞില്ല. അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അള്ളാഹുടെ പേര് റഹ്മാനും റഹീമും ചൊല്ല സിഫത്തുള്ള, അതുപോലെ അള്ളാഹും ചൊല്ല ഇസ്മുൽ അഅ്ലം ധാരാളം മഹാന്മാർ ചൊന്ന അള്ളാഹുടെ ഏറ്റവും മഹത്വമായ പേരായ അള്ളാഹ് ചൊല്ല ആ ദിക്റല്ല ഉള്ള എല്ലാം സമ്മേളിച്ചെങ്കിത്തൊരു ദിക്റാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുകൊണ്ട് ജീവിതത്തെ ഒരു നിമിഷത്തിലും ഒരു ടൈമിലും ഇത്
വിട്ടുപോണു തീറ ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബത്തിനും ഞങ്ങളെ മക്കൾക്കും ഇത് പഠിപ്പാട്ടിട്ട് ജീവിതത്തിൽ നിത്യമാക്കുക സാധ്യാവണു. എപ്പോഴും അള്ളാഹുടെ സ്മരണ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു ഇതിലെ ബറക്കത്തുകൊണ്ട് ഞങ്ങളെ ജീവിതം നന്നാക്കി തെരുമാറാവട്ടെ. സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങൾ അള്ളാഹു ഉൾപ്പെടുത്തിട്ട് ഞങ്ങളെ ഖൽബ് അള്ളാഹു ശുദ്ധിയാക്കി തെരുമാറാവട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിಗೆ അള്ളാഹു ഞങ്ങളെല്ലാം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.